നിങ്ങൾക്ക് സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണോ? This call is now being recorded. ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. കുറച്ചുകൂടി ആൾക്കാരൊന്ന് ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, okay. So in the last class, we discussed about data link protocols. What are the different data link protocols, or what are the different protocols used in the data link layer? In between എന്തെങ്കിലും സൗണ്ട് സ്ക്രീൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, ഐദർ വോയിസ് ഓർ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോട്ടോകോൾസ് SDLC, HDLC, SLIP, അതായത് സീരിയൽ ലൈൻ ഇൻ്റർഫേസ് പ്രോട്ടോകോൾ, PPP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, LAP, ലിങ്ക് ആക്സസ് പ്രൊസീജിയർ, ഫ്രെയിം റിലേ ആൻഡ് LLC. ഇത്രയും ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ അകത്തുള്ള പ്രോട്ടോകോൾസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മേ ബി ഒരു 3 to 4 മാർക്സിന് ചോദിക്കാം. സോ എത്ര മാർക്സിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആൻസർ എഴുതുക. ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ 3 മാർക്സ്, ഒരു 3 പ്രോട്ടോകോൾസ് ലിസ്റ്റ് ചെയ്യുക, അതിനെ പറ്റിയിട്ട് 1-2 സെൻറ്റൻസ് എഴുതുക. 4 മാർക്കിനാണെങ്കിൽ ഒരു 4 പ്രോട്ടോകോൾ ലിസ്റ്റ് ചെയ്യുക, 1-2 ഡീറ്റെയിൽസ് എഴുതുക. ദെൻ വി ഡിസ്കസ്ഡ് HDLC. ഈ പ്രോട്ടോകോളിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന 2 പ്രോട്ടോകോൾസ് ആണ്. ഒന്ന് HDLC ആൻഡ് PPP, പോയിന്റ് ടു പോയിന്റ്. സോ HDLC, ഹൈ ലെവൽ ഡാറ്റ ലിങ്ക് കൺട്രോൾ, ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ HDLC ഇറ്റ്സ് എ ക്ലാസിക്കൽ ബിറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ ആൻഡ് ദ principle used here is bit surfing. Okay, then we discussed the frame structure also. Frame structure includes flag, address, control, information, FCS, then again final flag. ഇതിൽ ഫ്ലാഗ് എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഫ്ലാഗ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഫ്ലാഗ്? ഓക്കെ ഓക്കെ അനക, ഫ്രെയിം ഡീലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അഡ്രസ് മീൻസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്, കൺട്രോൾ മീൻസ് വാട്ട് ഓൾ കൺട്രോൾ ഇൻഫർമേഷൻസ് ആർ ദർ, അതായത് ഹെഡറിലൊക്കെ ഉണ്ടാകുന്ന സാധാരണയുള്ള കൺട്രോൾ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, ഫ്ലോ എറർ റിഗാർഡിംഗ് ആയിട്ടുള്ള കൺട്രോൾ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്. ദെൻ ഇൻഫോർമേഷൻ, ആ ഒരു ഇൻഫോർമേഷൻ ഫ്രെയിമിൽ എന്താ ഉണ്ടാവുക? വാട്ട് ഈസ് ദ കണ്ടന്റ് ഇൻ ദ ഇൻഫോർമേഷൻ ഫ്രെയിം, ഓർ വാട്ട് യു മീൻ ബൈ ദ ഇൻഫോർമേഷൻ ഫീൽഡ് ഇൻ ദ HDLC ഫ്രെയിം? Yes, okay, Shraddha. The actual data to be sent. Okay, okay, Mr. Actually send ചെയ്യേണ്ട ഡാറ്റയാണ് ആ ഒരു ഇൻഫർമേഷൻ പാർട്ടിൽ ഉണ്ടാവുക. ദെൻ ഫൈനലി FCS. ആ FCS എന്തായിരുന്നു? വാട്ട് ഈസ് FCS? കംപ്ലീറ്റ് ഫോം അല്ലെങ്കിൽ എന്തിനാണ് എന്ന് പറഞ്ഞാൽ മതി. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് FCS? ചെക്സ് മിറർ. ഓക്കെ ഓക്കെ മസ്ന. സോ ഇത്രയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളോട് ചോദിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്, നിങ്ങളിത് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിലുള്ള ഫീൽഡ് അടയാളപ്പെടും, മീൻസ് ഈ ഫിഗർ വരക്കുക, ദെൻ ഈ ഓരോ ഫീൽഡും എന്താണ് എന്ന് ഡിസ്പ്ലേ എഴുതിയാൽ തന്നെ ഈ കംപ്ലീറ്റ് മാർക്ക് 4 to 5 മാർക്സ് ചോദിക്കാം, കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഫിഗർ ഒന്ന് പഠിച്ചാൽ മാത്രം മതി. സ്റ്റാർട്ടിങ് എൻഡിങ് ഫ്ലാഗ്, അഡ്രസ്, കൺട്രോൾ, ഇൻഫർമേഷൻ ആൻഡ് ചെക്ക് സം ഫീൽഡ് ഫോർ എറർ കറക്ഷൻ. ഓക്കെ,
then there are different types of HDLC frames. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? At least means name ഓർമ്മയില്ലെങ്കിൽ പോലും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് ഓർമ്മയുണ്ടോ? Actually, there are 3 types of HDLC frames. What are the 3 types, or at least for what purpose they are using? There are 3 different types of HDLC frames. Okay, നിങ്ങൾക്കിപ്പം പേര് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. അറ്റ്ലീസ്റ്റ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദാറ്റ് 3 different frames? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു. There are mainly 3 types of HDLC frames. Anyone? Okay. Okay, ഒന്ന് ശ്രദ്ധിക്കുക. There are mainly 3 types of HDLC frames, and that are information frame, supervisory frame, and unnumbered frame. In this, the information frame is used for sending actual data. The other 2 frames, like supervisory frame and unnumbered frames, are used for sending control information. Okay. ആദ്യത്തെ ഇൻഫർമേഷൻ ഫ്രെയിം പേര് തന്നെ ഉണ്ട്, ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇൻഫർമേഷൻ ഫ്രെയിം ആക്ച്വൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിമാണ്. ദെൻ ബാക്കി 2 എണ്ണം കൺട്രോൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ഇൻഫർമേഷൻ മീൻസ് ആക്ച്വലി 2 സെൻഡർ ഡിവൈസിൻ്റെ ഇടയിൽ ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടാവില്ല, ബട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് കൺട്രോൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കൺട്രോൾ ഇൻഫർമേഷൻ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ അത് അറിയിക്കാനുണ്ടാവും. സോ അങ്ങനെയുള്ള കൺട്രോൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള 2 ഫ്രെയിംസും യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ മെയിൻലി 3 types of frames in HDLC: information frame, I frame, supervisory frame, S frame, and unnumbered frame, U frame. Okay, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഓർമ്മയില്ല, PBARF എന്നൊക്കെ പറഞ്ഞിട്ട്. PBARF മീൻസ് പോളിംഗ് ബാർ ഫൈനൽ. P മീൻസ് ഒരു ഫ്രെയിമിൻ്റെ അകത്ത് P ആണുള്ളത് എങ്കിൽ ഡെസ്റ്റിനേഷൻ മനസ്സിലാക്കും, ഓക്കെ ഇനിയും മെസ്സേജസ് വരാൻ ബാക്കിയുണ്ട്, ഇനിയും ഫ്രെയിംസുകൾ വരാൻ ബാക്കിയുണ്ട്. F ആണെങ്കിൽ ഓക്കെ ഇത് ലാസ്റ്റ് ഫ്രെയിമാണ്, ഇനിയൊന്നും വരാനുള്ള എന്ന് മനസ്സിലാക്കാം. ഓക്കെ, so this is about HDLC and its different types of frames. നെക്സ്റ്റ് നോക്കേണ്ടത് DLL in internet, data link layer in internet. ഡാറ്റ ലിങ്ക് പ്രോട്ടോകോൾ ഇന്റർനെറ്റിനകത്ത് കൂടുതലും പോയിന്റ് ടു പോയിന്റ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോയിന്റ് ടു പോയിന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1-to-1 കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട്. ഈ നെറ്റ്വർക്കിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻലി 2 പ്രൈമറി യൂസേഴ്സ് അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ്റെ അകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഒന്ന് റൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് വൺ റൂട്ടറും ഡയലപ്പ് ഹോസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നെറ്റ്വർക്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ മീൻസ് ഡാറ്റ ലിങ്ക് ലെയറിലുള്ള പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനോട്ട് പല റൂട്ടേഴ്സ് വഴിയായിരിക്കുമല്ലോ ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക, പല റൂട്ടർ വഴിയായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ വരുന്നത് ഒന്ന് ഒരു റൂട്ടറിന് മറ്റൊരു റൂട്ടറിലേക്ക് അടുത്ത റൂട്ടറിലോട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ പാസ് ചെയ്യുന്നുണ്ടാവുക. സോ ഒരു ഇത് എന്ന് പറയുന്നത് റൂട്ടർ ടു റൂട്ടർ ഉള്ള പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ. ഓക്കെ, ദെൻ അടുത്തത് ഹോസ്റ്റിൽ നിന്ന് റൂട്ടറിലോട്ടുള്ള പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ, അല്ലെങ്കിൽ റൂട്ടറിൽ നിന്ന് ഹോസ്റ്റിലോട്ടുള്ള പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ 2 ടൈപ്പ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇൻ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ primarily used in 2 situations. First one is router to router connection and dial-up host to router connection. ഇത് റൂട്ടറും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട്, ദെൻ ഇത് ഹോസ്റ്റും റൂട്ടറും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഐഡിയ ക്ലിയർ ആണല്ലോ. സോ ഈ 2 സിറ്റുവേഷൻ്റെ അകത്താണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ നമ്മൾ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള പോയിന്റ് ടു പോയിന്റ് കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോട്ടോകോൾ വേണം. കാരണം പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ്റെ അകത്ത് നമുക്ക് ഫ്രെയിമിങ്, എറർ കൺട്രോൾ, ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യാനുണ്ട്. അത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോട്ടോകോൾ കൊണ്ടുവന്നു. അതാണ് PPP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ഓക്കെ, ഈ ഒരു PPPയുടെ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയി ഇരിക്കുന്നു. മെയിൻലി ഇന്റർനെറ്റിൻ്റെ അകത്ത് റൂട്ടർ ടു റൂട്ടർ കണക്ഷനും റൂട്ടർ ടു ഹോസ്റ്റ് കണക്ഷനും ഉണ്ടാവും. അത് പോയിന്റ് ടു പോയിന്റ് ആയിരിക്കും. സോ ആ പോയിന്റ് ടു പോയിന്റ് കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോട്ടോകോൾ ആവശ്യമുണ്ട്. ബിക്കോസ് ആ പ്രോട്ടോകോളാണ്
ഈ ഫ്രെയിമിങ്, എറർ കൺട്രോൾ, ബാക്കിയുള്ള ഫ്ലോ കൺട്രോൾ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോളാണ് PPP. ഓക്കെ, സോ ഫസ്റ്റ് PPPനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ, ആ PPPയുടെ ഫ്രെയിം ഫോർമാറ്റ് പഠിക്കാനുണ്ട്. ദെൻ PPP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് എന്താണ് PPP നോക്കാം. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ദിസ് പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ഹാൻഡിൽസ് a low IP address to negotiate at connection time. കണക്ഷൻ ടൈമിൽ IP അഡ്രസ്സിനെ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുക. എന്താ ഈ നെഗോഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? സോഴ്സ് ഡെസ്റ്റിനേഷൻ, ആ സോഴ്സ് ഡെസ്റ്റിനേഷൻ്റെ ഇടയിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തുള്ള നെഗോഷിയേഷൻ. ആ നെഗോഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻഡർ റിസീവർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നു. ഓക്കെ, ഐ എം ഗോയിങ് ടു സെൻഡ് ഡാറ്റ ഇൻ ദീസ് മച്ച് ഓഫ് സ്പീഡ്, ഐ എം ഗോയിങ് ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് ഇറർ മെക്കാനിസം ആൻഡ് ഐ എം ഗോയിങ് ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് ഫ്ലോ കൺട്രോൾ മെക്കാനിസം. ഇങ്ങനെയുള്ള ഒരു 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 എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ നടക്കും. ആ നെഗോഷിയേഷൻ ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ഈ പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ ഇറർ ഡിറ്റക്ഷൻ, ഇററിനെ ഡിറ്റക്ട് ചെയ്യുക. സപ്പോർട്ട് സിങ്ക്രോണസ് ആൻഡ് എസിങ്ക്രോണസ് സർക്യൂട്ട്, സപ്പോർട്ട് മൾട്ടിപ്പിൾ പ്രോട്ടോകോൾസ് ആൻഡ് പെർമിറ്റ് ഓതന്റിക്കേഷൻ. ഈ കാര്യങ്ങളൊക്കെ ഈ PPPയുടെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് IP അഡ്രസ് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു എഗ്രിമെന്റിൽ എത്തുക. ഇറർ ഡിറ്റക്ഷൻ, ഇറർ കറക്ഷൻ, ഓതന്റിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും ഈ PPP പെർഫോം ചെയ്യും. Okay, then this PPP contains two different type of sub protocol or two different type of sub rules എന്ന് പറയുന്നത്. അതിനെയാണ് ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോളും നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോളും. നമുക്കൊരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ വെച്ച് വരക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ, എന്തിനാണ് നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ബേസിക്കൽ ഐഡിയ മനസ്സിലാക്കുക. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, അതിൽ രണ്ട് സബ് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് റൂൾസ് ഉണ്ട്. ഒന്ന് ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ LCP ആൻഡ് നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോൾ. ഇതിൽ ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ് ടു പോയിന്റിനകത്ത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ കണക്ഷൻ ആദ്യം ഈ ഒരു ലിങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, അതാണ് LCP. ആ ലിങ്ക് വഴി ഇത് നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിൻ്റെ അകത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോട്ടോകോൾ, അതാണ് NCP. ഒന്നുകൂടി, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് വഴിയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ. അതിനുശേഷം ഇത് നെറ്റ്വർക്കിലെത്തി, റൂട്ടേഴ്സ് ഒക്കെ ഉള്ള നെറ്റ്വർക്കിലെത്തി. ആ നെറ്റ്വർക്കിലെത്തിയാൽ ഈ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോട്ടോകോൾ, അതാണ് NCP, നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, സോ ഇപ്പം ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. So now just understand that there are two different types of protocols. First one is link control protocol and second one is network control protocol, LCP and NCP. Then next is PPP frame. ഈ ഫ്രെയിം സ്ട്രക്ചറും ചോദിക്കാം. ഒന്നുകിൽ HDLC അല്ലെങ്കിൽ PPP ആണ് കോമൺ ആയിട്ട് ഫ്രെയിം സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വരയ്ക്കാൻ ചോദിക്കാറ്. ഈ PPP ഫ്രെയിം ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു HDLC ഫ്രെയിം. HDLC ഫ്രെയിമുമായിട്ട് സിമിലർ ആണ് ഈ PPP ഫ്രെയിം. ദെൻ ഈ PPPയും HDLCയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, PPP എന്തായിരുന്നു, HDLC എന്തായിരുന്നു, ബിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആയിരുന്നു. ബട്ട് PPP ഈസ് എ ബൈറ്റ് ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ PP can provide reliable transmission even in noisy environment. നോയ്സി ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പോലും റിലയബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ PPPക്ക് പറ്റും. ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഈ ഒരു സെന്റൻസ് പറഞ്ഞു, PPP can provide reliable transmission in noisy environments. How? എങ്ങനെയാണ് നോയ്സി എൻവയോൺമെന്റിൽ പോലും ഇതിന് റിലയബിൾ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളൊരു ഐഡിയ ഉണ്ടോ? PPPക്ക് ഈവൻ നോയ്സി എൻവയോൺമെന്റിൽ പോലും എങ്ങനെയാണ് റിലയബിൾ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? എന്തായിരുന്നു റിലയബിൾ മീൻസ്? വാട്ട് യു മീൻ ബൈ റിലയബിൾ? റിലയബിൾ എന്താ? ജസ്റ്റ് നിങ്ങൾ ഐഡിയ ഷെയർ ചെയ്യുമോ? അത് തെറ്റായിക്കോട്ടെ, അതൊന്നും വിഷയമില്ല. വാട്ട് യു മീൻ ബൈ റിലയബിൾ?
എനിവൺ ഒരു കണക്ഷൻ റിലയബിൾ ആണ് മീൻസ് വാട്ട്? റീച്ചേഴ്സ് ഡെസ്റ്റിനേഷൻ. ഓക്കെ മസ്ന എക്സാക്ട്ലി. ഒരു ഇത് റിലയബിൾ ആണെന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് അത് ഡെസ്റ്റിനേഷനിലോട്ട് എത്തും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെലിവറി ഗ്യാരണ്ടി ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ഒരു റിലയബിൾ സിസ്റ്റം എന്ന് പറയാം. ഡെസ്റ്റിനേഷനിൽ പ്രോപ്പർലി ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ റീച്ച് ചെയ്യുക, അത് തന്നെയാണ് റിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ PPPക്ക് ഈവൻ നോയ്സി എൻവയോൺമെന്റിൽ പോലും റിലയബിൾ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? ഒന്നാലോചിച്ചാൽ കിട്ടും. ഇതിന്റെ പേര് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈവൻ നോയ്സി എൻവയോൺമെന്റിൽ പോലും ഹൗ PPP അച്ചീവ് റിലയബിൾ ട്രാൻസ്മിഷൻ? ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ അതെന്താന്ന് പറയാം. അതായത് റിലയബിൾ മീൻസ് എന്താണ്? പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുക. പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിവൈസിന് മറ്റൊരു ഡിവൈസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഡയറക്റ്റ് പോയിന്റ് ടു പോയിന്റ് അതിനു വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളതുപോലെ ഒരു കോമൺ ചാനൽ ഷെയർ ചെയ്തിട്ട് അയക്കുന്നതായിരിക്കില്ല. ഇവിടെ ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് ടു പോയിന്റ് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക. സോ അങ്ങനെയുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അയക്കുന്ന കേസിൽ ബാക്കി എന്ത് നോയ്സ് ഉണ്ടെങ്കിലും അത് ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഓൾറെഡി ബാൻഡ് വിഡ്ത്ത്, റിസോഴ്സസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതുവഴി പ്രോപ്പറായിട്ട് മെസ്സേജ് കറക്റ്റ് ഓർഡറിൽ തന്നെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തും. Okay, that's why it's called in this point-to-point transmission provide reliable transmission in even in noisy environment. Okay, ആ ഐഡിയ മനസ്സിലായോ എന്തുകൊണ്ടാണെന്നുള്ളത്? മേ ബി എക്സാമിന് ആപ്ലിക്കേഷൻ ലെവലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പോയിന്റ് ടു പോയിന്റ് മീൻസ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ എ ഡെഡിക്കേറ്റഡ് ലൈൻ വിൽ ബി ദർ and the entire resources and bandwidth will be allocated for that point-to-point connection. So the messages will transmit properly through this dedicated line and it will reach in the destination in a proper order. Okay, അതുകൊണ്ടാണ് ഇത് റിലയബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യണം? Okay, thank you. Then അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം കൂടി, നമുക്ക് ഇതിൻ്റെ ഫ്രെയിംസ് നോക്കാം. ഈ ഫ്രെയിമിൻ്റെ ഫോർമാറ്റ് ഓൾമോസ്റ്റ് സിമിലർ ടു HDLC ഫ്രെയിമാണ്. സോ ഈ HDLCൻ്റെ ഫ്രെയിമിൻ്റെ അതുപോലെ നമുക്കിവിടെ ഓരോ ഫീൽഡും ചെക്ക് ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ ഫീൽഡ് ഫ്ലാഗ്. ഓക്കെ, ഫ്ലാഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ ഫംഗ്ഷനാലിറ്റി തന്നെ ടു ഡീലിമിറ്റ് ദ ഫ്രെയിം. ഫ്ലാഗ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. അഡ്രസ്, കുറച്ച് കൺട്രോൾ ഫീൽഡ്സ് ഉണ്ടാവും. പ്രോട്ടോകോൾ, അതായത് PPPൻ്റെ അകത്ത് തന്നെ പല ടൈപ്പ് അല്ലെങ്കിൽ ഏത് പ്രോട്ടോകോൾ ആണ് എന്ന് പറയുന്നതാണ് പ്രോട്ടോകോൾ. ഈ പേലോഡ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. ഈ പേലോഡ് ആണ് ആക്ച്വൽ ഡാറ്റ ഫീൽഡ്. ഫൈനലി ചെക്സം ഫോർ എറർ കറക്ഷൻ. സോ HDLC പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചെറിയ 1-2 മാറ്റങ്ങൾ വരുത്തിച്ചാൽ നിങ്ങൾക്ക് PPP ഫ്രെയിമും ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഒന്നുകൂടി ഫ്ലാഗ് ഫീൽഡ്, അഡ്രസ് ഫീൽഡ്, കൺട്രോൾ ഫീൽഡ്, പ്രോട്ടോകോൾ ഫീൽഡ്, പേലോഡ്, ചെക്സം, again flag as a delimiter. Address, control means control information, protocol, payload means actual data, checksum is for error correction. Okay, ഇനിയുള്ള ഒരു കാര്യം, ഇവിടെ അഡ്രസ് ഫീൽഡ് ഉണ്ടോ? അഡ്രസ് ഫീൽഡ് എല്ലാം 11111 ആണ്. ഓൾവേസ് സെറ്റ് ടു ബൈനറി വാല്യൂ E1 20. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഈ അഡ്രസ് ഫീൽഡ് എപ്പോഴും 1111 ഫുള്ള് 1 വരുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അഡ്രസ് ഫീൽഡ് എപ്പോഴും ഈ പോയിന്റ് ടു പോയിന്റിൻ്റെ അകത്ത് 1111 ആയിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? അതും ആ കൺസെപ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതാണ്.
നോർമലി ഇതിൻ്റെ ഫ്രെയിംസ് വരക്കാനൊക്കെയാണ് ചോദിക്കുക. ബട്ട് ഓരോ വർഷം കഴിയുന്തോറും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സോ ഇൻ കേസ് ഇഫ് ദേ ആർ ആസ്കിങ് why the address field in the PPP frame format is always set to 11111, what is the reason? എന്താ നിങ്ങൾ എഴുതുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ആലോചിക്കുക, സംഭവം സിമ്പിളാണ്. നമ്മൾ റിലയബിളിൻ്റെ ഒരു റീസൺ പറഞ്ഞു, ആ റീസൺ വെച്ച് തന്നെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ആ റിലയബിൾ ആവാൻ കാരണം എന്തായിരുന്നു, ആ റീസൺ വെച്ച് ആലോചിച്ചാൽ മതി. ഇനി ഐഡിയ? യെസ്, പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ്. യെസ്, ആ ഒരു പോയിന്റ് തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ ആണെങ്കിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ്. പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ എപ്പോഴാണ് അഡ്രസ്സ് വെക്കുക? നമ്മൾ അഡ്രസ്സ് വെക്കുന്നത് മെയിൻലി ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ഒക്കെ ആണ് എങ്കിൽ ആ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൻ്റെ അകത്ത് കറക്റ്റ് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോട്ട് എത്തണം. ഓക്കെ, അതായത് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോട് എത്തണമെങ്കിൽ ഓരോന്നും ഓരോ വഴിക്കൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവും. ഒന്ന് ഈ പാത്ത് വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റൊരു പാത്ത് വഴി പോകും, ഒന്ന് മറ്റൊരു പാത്ത് വഴിയൊക്കെ പോകുമ്പോൾ ആ റൂട്ടർ നോക്കി ഓക്കെ ഇന്ന അഡ്രസ്സിലോട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട്. ബട്ട് ഇൻ കേസ് ഓഫ് പോയിന്റ് ടു പോയിന്റ് ദർ ഈസ് എ ഡെഡിക്കേറ്റഡ് ലൈൻ. നമ്മൾ നേരത്തെ റിലയബിളിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണ്. ആ വഴി മാത്രമേ ഇത് ഡാറ്റ പോവുള്ളൂ. ആ വഴി ഡാറ്റ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതെന്തായാലും അത് ഉള്ള ഫൈനൽ ഡെസ്റ്റിനേഷനോട്ട് എത്തുമല്ലോ. ഇപ്പം പ്രത്യേകിച്ച് ഒരു അഡ്രസ്സ് പറയേണ്ട ആവശ്യമുണ്ടോ? സംഭവം ക്ലിയർ ആണോ? അതായത് പോയിന്റ് ടു പോയിന്റ് ആണ്. അപ്പം സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോട്ട് ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ ഉണ്ട്. ആ ലൈൻ വഴിയാണ് ഡാറ്റ പോകുന്നുണ്ടാവുക. അങ്ങനെ ഡാറ്റ പോകുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ആണെങ്കിൽ ഓരോന്നും ഓരോ വഴിക്ക് പോകുന്നതുകൊണ്ട് ആ റൂട്ടറിന് കറക്റ്റായിട്ട് നോക്കി ഡൈനാമിക് ആയിട്ട് റൂട്ട് ചെയ്യാനൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള അഡ്രസ് ഇൻഫർമേഷൻ വേണം. ബട്ട് ഈ കേസിൽ ഒരു പോയിന്റ് ടു പോയിന്റ് ഡെഡിക്കേറ്റഡ് ലൈൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി അയക്കുന്ന മെസ്സേജ് പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്തും. That's why this address field is always set to 111111. ഓക്കെ, അതും ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാ. ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറയാ. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് എന്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ച കൺസെപ്റ്റിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്ന ടൈപ്പ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് അഡ്രസ് ഫീൽഡ് എപ്പോഴും ഇത് തന്നെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ആണോ? പോയിന്റ് ടു പോയിന്റ്, അതായത് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനോട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ വഴിയായിരിക്കും എപ്പോഴും മെസ്സേജ് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് പല റൂട്ട് വഴി പോകുമ്പോൾ റൂട്ടർക്ക് അറിയില്ല ഇങ്ങോട്ടേക്കാണ് റൂട്ട് ചെയ്യേണ്ടത്. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് നോക്കിയിട്ടാണ് ഓക്കെ ഇന്ന വഴി അയച്ചാലാണ് ഈ അഡ്രസ്സിലോട്ട് എത്തുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഡെസ്റ്റിനേഷൻ്റെ പ്രോപ്പർ അഡ്രസ്സ് വേണം. ബട്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, എപ്പോഴും ഒരു റിസർവ്ഡ് ലൈൻ വഴിയാണ്, പോയിന്റ് ടു പോയിന്റ് ലൈൻ വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും അഡ്രസ് ഫീൽഡ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റീസൺ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചോദിക്കാം. സോ ദിസ് ഈസ് അബൌട്ട് PPP ഫ്രെയിം. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി ആയാൽ ഈ PPPയുടെ കംപ്ലീറ്റ് കാര്യം കഴിഞ്ഞു. അതായത് എങ്ങനെയാണ് PPP വർക്ക് ചെയ്യുന്നത്. ഈ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയും. ഈ ഡയഗ്രാം ചിലപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ സെപ്പറേറ്റ് ചോദിക്കും. റൈറ്റ് ദ ഓപ്പറേഷൻ ഓഫ് PPP വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട്. സോ ഇനീഷ്യലി ഇവിടെ 1 2 3 4 5 6 6 സ്റ്റേറ്റ്സുകൾ ഉണ്ടാവും. ഇനീഷ്യലി ഡെഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. എസ്റ്റാബ്ലിഷ്, ഒത്തൻറ്റിക്കേറ്റ്, നെറ്റ്വർക്ക്, ഓപ്പൺ ആൻഡ് ടെർമിനേറ്റ്. ഇത്രയും സ്റ്റേറ്റുകളുണ്ട്. ഓരോ സ്റ്റേറ്റ് നോക്കാം. ഇനീഷ്യലി എല്ലാം ഡെഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. നൗ വെൻ എ സിസ്റ്റം വാണ്ട് ടു ട്രാൻസ്മിറ്റ് ഓർ കണക്ട് ടു അനദർ സിസ്റ്റം, അത് കാരിയറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. കാരിയറിനെ ഡിറ്റക്ട് ചെയ്യാൻ മീൻസ് ഒരു ലൈൻ ഇപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് മീൻസ് റിസർവ് ചെയ്തിട്ട് മാറ്റി വെക്കാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
അത് ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് എന്ന് പറയുക. അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. സോ ആ സമയത്ത് എന്തെങ്കിലും ഒരു ലൈൻ ഫ്രീ ആയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ റിസോഴ്സസ് ഒക്കെ റിസർവ് ചെയ്ത് മാറ്റി വെക്കാനുണ്ട് എങ്കിൽ എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. ഇൻ കേസ് കാരിയർ ഒന്നും ഫ്രീ ഇല്ല, അല്ലെങ്കിൽ ഒരാൾക്കും ഇപ്പം എടുത്തു കൊണ്ടുപോകാനുള്ള റിസോഴ്സസ് ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് ഫെയിൽഡ് ആയിട്ട് വീണ്ടും ഡെഡ് സ്റ്റേറ്റിലോട്ട് തന്നെ വരും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഡെഡ് സ്റ്റേറ്റിൽ നിന്ന് കാരിയർ ഉണ്ടോ എന്ന് നോക്കുന്നു, കാരിയറായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കുന്നു. പറ്റുമെങ്കിൽ എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു, ഇല്ല എങ്കിൽ ഫെയിൽ ചെയ്തിട്ട് ഡെഡ് സ്റ്റേറ്റിലോട്ട് തന്നെ പോകുന്നു. ഓക്കെ. സെക്കൻഡ്, ഒതന്റിക്കേഷൻ. ഇനി ഒരു ലൈൻ ഉണ്ടായാൽ മാത്രം പോരാ, ആ ഒരു കാരിയർ ലൈനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഡെസ്റ്റിനേഷനുമായിട്ടുള്ള ഒതന്റിക്കേഷൻ വേണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ എത്ര സ്പീഡിലാണ് അയക്കുന്നത്, എത്ര ഫ്ലോ കൺട്രോൾ വേണം, എത്ര ഇറർ കൺട്രോൾ, അല്ലെങ്കിൽ ഏത് ഫ്ലോ കൺട്രോൾ മെക്കാനിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ഇറർ കൺട്രോൾ മെക്കാനിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗോഷിയേഷൻ ആവശ്യമുണ്ട്. ആ നെഗോഷിയേഷൻ ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് എക്സാക്ട്ലി കണക്ഷൻ സെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു സ്റ്റേറ്റ് ആണ് ഒതന്റിക്കേറ്റ് സ്റ്റേറ്റ്. ഈ ഒതന്റിക്കേറ്റ് സ്റ്റേറ്റ് സക്സസ്ഫുള്ളി ആണെങ്കിലാണ് നെറ്റ്വർക്ക് സ്റ്റേറ്റിലോട്ട് കടക്കുക. ഇൻ കേസ് ഈ ഒതന്റിക്കേഷൻ്റെ എടുക്കാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ എഗ്രിമെന്റ് ശരിയായില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഫെയിൽ ചെയ്തിട്ട് ടെർമിനേറ്റ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ. സോ ഈ ഒതന്റിക്കേറ്റ് സ്റ്റേറ്റിൽ എന്ത് പ്രോട്ടോകോൾ ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക? അവിടെ ഒരു ഒതന്റിക്കേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടു. അതായത് കണക്ഷൻ കാരിയർ ഉണ്ട് എന്ന് മനസ്സിലായി, കാരിയർ ഉണ്ടായെന്ന് മനസ്സിലായതിനു ശേഷം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താ? ഒതന്റിക്കേറ്റ് മീൻസ് ഒരു എഗ്രിമെന്റ് ഉണ്ടാകണം. ഓക്കെ, റിസീവറോട് ഒക്കെ ഞാൻ ഇത്ര സ്പീഡിലാണ് അയക്കുന്നത്, ഇന്ന ഫ്ലോ കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ പറ്റും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. ആ എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഒതന്റിക്കേറ്റ് എന്ന് പറയുക. ആ എഗ്രിമെന്റ് ഓക്കെ ആണെങ്കിൽ ഒതന്റിക്കേറ്റ് സക്സസ്ഫുൾ ആയിട്ട് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള നെറ്റ്വർക്കിലോട്ട് കടക്കും. ഇല്ല എങ്കിൽ ഫെയിൽ ആയിട്ട് ടെർമിനേറ്റ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ. സോ ഈ ഒരു ഓതറൈസേഷനോ അല്ലെങ്കിൽ ഒതന്റിക്കേഷൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ എന്ത് പ്രോട്ടോകോൾ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ കുറച്ച് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു LCP എന്നുള്ളൊരു പ്രോട്ടോകോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു LCPയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ LCP ആണ് ആക്ച്വലി ഈ ലൈൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നതും ഓതന്റിക്കേഷൻ ചെയ്യുന്നതൊക്കെയുള്ള പ്രോട്ടോകോളാണ് LCP. ഇവിടെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാമെന്ന് പറഞ്ഞത്. സോ ഈ ഒരു LCP ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒതന്റിക്കേറ്റ് സ്റ്റേറ്റിൽ LCP ആക്ട് ചെയ്യുന്നു, എന്നിട്ട് ഓതറൈസേഷൻ ഓക്കെ ആണോ നോക്കുന്നു. ഓക്കെ ആണ് എങ്കിൽ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ, അതായത് നെറ്റ്വർക്ക് സ്റ്റേറ്റിലോട്ട് കടക്കുന്നു. ഓക്കെ അല്ല എങ്കിൽ ഫെയിൽ ആയിട്ട് നേരെ ടെർമിനേറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഓക്കെ. സോ ആഫ്റ്റർ സക്സസ്ഫുൾ ഓതന്റിക്കേഷൻ മീൻസ് എഗ്രിമെന്റ് ഒക്കെ ഓക്കെ ആയി, ഇത് നെറ്റ്വർക്ക് സ്റ്റേറ്റിലോട്ട് കടന്നു. നെറ്റ്വർക്ക് സ്റ്റേറ്റിലോട്ട് കടന്നാൽ ഇനിയിപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് ആക്ച്വലി സെൻഡ് ചെയ്യേണ്ട ഡാറ്റയൊക്കെ സെൻഡ് ചെയ്യും. ആ സമയത്താണ് NCP പ്രോട്ടോകോൾ ആക്ട് ചെയ്യുന്നത്. NCP നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പ്രോട്ടോകോൾ ആയിട്ടുള്ള NCP. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ ആയി, സെക്കൻഡ് നെറ്റ്വർക്കിലോട്ട് കടക്കുന്ന സമയത്ത് അവിടെയുള്ള കോൺഫിഗറേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ നെറ്റ്വർക്കിലൂടെ പോകുന്ന സമയത്തുള്ള ഫ്ലോ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NCP കോൺഫിഗറേഷൻ അല്ലെങ്കിൽ NCP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എല്ലാം ഡാറ്റയും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ കണക്ഷനെ ക്ലോസ് ചെയ്യണം. കാരണം ഓൾറെഡി പല റിസോഴ്സസും ഒക്കെ ഇതിനു വേണ്ടി റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫുൾ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വി വാണ്ട് ടു ടെർമിനേറ്റ് ദാറ്റ് കണക്ഷൻ. ആ സ്റ്റേറ്റ് ആണ് ടെർമിനേറ്റ്. ടെർമിനേറ്റിംഗ് സ്റ്റേറ്റിന് ഇത് വീണ്ടും ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകും. ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഡയഗ്രാം ഓഫ് PTP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. ഓക്കെ. ഇതിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം. ഇനീഷ്യലി ഡെഡ് സ്റ്റേറ്റ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരിയർ റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. റെഡി ആണെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അല്ല എങ്കിൽ അല്ലെങ്കിൽ കാരിയർ ഫ്രീ ഒന്നും അല്ല എങ്കിൽ എസ്റ്റാബ്ലിഷ് സ്റ്റേറ്റ് ഫെയിൽ ആയി പോയിട്ട് ഡെഡ് സ്റ്റേറ്റിലോട്ട് തന്നെ പോകും. കാരിയർ ഓക്കെ ആണ്. നൗ വി വാണ്ട് ടു മേക്ക് സം എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. അതാണ് ഒതന്റിക്കേറ്റ് സ്റ്റേറ്റ്. ആ ഒതന്റിക്കേറ്റ് സ്റ്റേറ്റിലാണ് ആക്ച്വലി LCP, ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ ആക്ട് ചെയ്യുന്നത്. അതിന്റെ ബേസിസിൽ ഒരു എഗ്രിമെന്റ് എത്താൻ പറ്റുന്നില്ല എങ്കിൽ ഫെയിൽ ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു, എത്താൻ പറ്റിയെങ്കിൽ സക്സസ്ഫുള്ളി ഒതന്റിക്കേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ദെൻ ദ കണക്ഷൻ ഈസ് ഓപ്പൺ ടു ട്രാൻസ്ഫർ ഡാറ്റ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആ സമയത്താണ് NCP, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഡാറ്റ സെൻഡ് ചെയ്തതിന് ശേഷം അത് ടെർമിനേറ്റ് സ്റ്റേറ്റ് എത്തുന്നു, വീണ്ടും ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇതാണ് PPPയുടെ ട്രാൻസിഷൻ ഡയഗ്രാം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനീഷ്യലി ഡെഡ് സ്റ്റേറ്റ്,
കണക്ഷൻ ഏതെങ്കിലും ഫിസിക്കൽ കാരിയർ ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ട് എങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നു. അതിനുശേഷം നെഗോഷിയേഷൻ ബിഗിൻ ചെയ്യുന്നു ബൈ യൂസിങ് ദ LCP പ്രോട്ടോകോൾ. സക്സസ് ആണെങ്കിൽ ഒതന്റിക്കേറ്റ് ചെയ്യുന്നു. ദെൻ നെറ്റ്വർക്ക് ഫേസിലോട്ട് കടക്കുന്നു. NCP പ്രോട്ടോകോൾ യൂസ് ചെയ്ത് നെറ്റ്വർക്കിനെ എല്ലാം ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കുന്നു. കോൺഫിഗറേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പോയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നു. ദെൻ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് ടെർമിനേറ്റ് ചെയ്യുന്നു. ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഡെഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം. ഐഡിയ ഓക്കെ ആണോ? മീൻസ് കൺസെപ്റ്റ് ഓക്കെ ആണോ? ഫിഗർ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? PPPയുടെ ട്രാൻസിഷൻ ഡയഗ്രാം ഓക്കെ ആണോ? എങ്ങനെയാണ് ട്രാൻസിഷൻ ഡയഗ്രാം? ആ ട്രാൻസിഷൻ ഡയഗ്രത്തിൽ ഓരോ സ്റ്റേജുകൾ എന്തൊക്കെയാണ്, ഓരോ സ്റ്റേജും എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് LCP എങ്ങനെ വർക്ക് ചെയ്യുന്നു, NCP എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും മീൻസ് കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ചോദിക്കാൻ കാരണം നമുക്ക് ഈ കോൺടാക്ട് ക്ലാസ് അല്ല, അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ ആണ്. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്ന ഇഷ്യൂസ് ഒന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് PPP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ. നമുക്കിനി ഒരു മാക്സ് സബ് ലെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയാം. ബാക്കി അതിൻ്റെ അകത്ത് കുറേ സബ് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. ഓക്കെ, അത് സബ് പ്രോട്ടോകോൾസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്താണ് മാക്സ് സബ് ലെയർ. സോ ബിഫോർ ദാറ്റ് PPP ചോദിക്കുകയാണെങ്കിൽ PPP ആക്ച്വലി കുറേ ഉണ്ട്. സോ PPP ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ മീൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. ഒരു 4 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ചോദിച്ചത് അതിനനുസരിച്ചിട്ട് മാത്രം എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ PPP ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് PPP എന്ന് പറയാം, ഫ്രെയിം ഫോർമാറ്റ് വരയ്ക്കുക, അതിൻ്റെ ഓരോ ഫീൽഡും എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊരു 3-4 മാർക്കിനുണ്ടാവും. ഓക്കെ, ഇനിയൊരു അല്ല എങ്കിൽ ഒരു 3 മാർക്കിന് 4 മാർക്കിന് PPPയുടെ ഈ ട്രാൻസിഷൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് PPP എന്ന് പറയാം. ആ സമയത്ത് നിങ്ങൾ ഫ്രെയിം ഫോർമാറ്റ് വരക്കണം എന്നില്ല, ജസ്റ്റ് ഈ ട്രാൻസിഷൻ ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ഓരോ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അത് ഒരു 3-4 മാർക്കിന് ഉണ്ടാവും. സോ അതാണ് ഞാൻ എപ്പോഴും മുന്നേ പറഞ്ഞ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. തിയറി സബ്ജക്റ്റ് എപ്പോഴും മാർക്കിനനുസരിച്ച് മാത്രം അറ്റൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഇൻ കേസ് ഇതൊരു വലിയ മാർക്കിന്, ഒരു മോർ ദാൻ 5 മാർക്സിൽ 5ൽ എബോവ് മാർക്കിൽ 5ൽ എബോവ് ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്താണ് PPP, അതിൻ്റെ ഫ്രെയിം ഫോർമാറ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. ദെൻ ഈ ട്രാൻസിഷൻ ഡയഗ്രാം കൂടി വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു PPP പോയിന്റ് ടു പോയിന്റ് പാർട്ട് വർക്ക് ചെയ്യേണ്ടത്, മീൻസ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാക്സ് സബ് ലെയർ. ഈ മാക്സ് സബ് ലെയർ എന്ന് പറയുന്നത് ഒരു മൾട്ടി ആക്സസ് ചാനലിൻ്റെ അകത്ത്, മൾട്ടി ആക്സസ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുറേ സ്റ്റേഷൻസ് ചേർന്നിട്ട് ഒരു കോമൺ ചാനലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഓരോരുത്തരുടെ ഇടയിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ടു പോയിന്റ് ലൈൻ ഇല്ല. എല്ലാവരും ഒരു 10 സ്റ്റേഷൻ ഉണ്ട്, ആ 10 സ്റ്റേഷൻ ഒരു കോമൺ ചാനൽ ഷെയർ ചെയ്തിട്ടാണ് ഡാറ്റ അയക്കുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. സൈമിൾട്ടേനിയസ് ആയിട്ട് എല്ലാ ചാനൽസിനും ഒരേ സമയം സെൻഡ് ചെയ്യേണ്ട മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ആദ്യം ഒന്ന് സെൻഡ് ചെയ്ത് അതിനുശേഷം അടുത്ത സെൻഡ് ചെയ്യാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ഒരു ചാനൽ, കോമൺ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിൻ്റെ അകത്ത് അടുത്ത ഏത് സ്റ്റേഷൻ പോകണം എന്ന് തീരുമാനിക്കുന്ന പ്രോട്ടോകോൾസ് ഒക്കെ ഉള്ള ലെയേഴ്സിനെയാണ് മാക്സ് സബ് ലെയർ എന്ന് പറയുക. അതായത് ഒരു കോമൺ ചാനൽ, കുറേ സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക്. ഇതൊക്കെ ഓരോ സ്റ്റേഷൻസ് ആണെന്ന് വിചാരിക്കുക. ഈ സ്റ്റേഷൻസ് ഒക്കെ ഒരു കോമൺ ചാനൽ വഴിയാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്.
ഓക്കെ, ഇതാണ് ആ ചാനൽ. സോ ഈ ചാനൽ വഴി അടുത്ത ഈ ചാനലിലൂടെ ഏത് സ്റ്റേഷനാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്? ഈ സ്റ്റേഷനാണോ, അല്ലെങ്കിൽ ഈ സ്റ്റേഷനാണോ? അങ്ങനെ അടുത്ത ഈ ഒരു ചാനൽ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ ലാർജ് നമ്പർ ഓഫ് സ്റ്റേഷൻസിനകത്ത് ഈ ചാനൽ അടുത്തത് ആര് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾ ഉള്ള ലെയറിനെയാണ് മാക് സബ് ലെയർ എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ മെയിൻലി ലാൻ, എസ്പെഷ്യലി വയർലെസ് ലാനിന്റെ കേസിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. കാരണം വയർലെസ് ലാനിലൊക്കെ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ചാനൽ, പെർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് ലൈൻ ഓരോ ഇതിന്റെ ഇടയിലും ഉണ്ടാവില്ല, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. സോ ഒരു കോമൺ ചാനൽ വന്നാൽ ആ ചാനലിലൂടെ നെക്സ്റ്റ് ഏത് സ്റ്റേഷൻ പോകണം, ഏത് സ്റ്റേഷൻ ഡാറ്റ സെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഉള്ള ഒരു ലെയറിനെയാണ് മാക് സബ് ലെയർ എന്ന് പറയുക. ഓക്കെ, അതായത് നമ്മുടെ ആക്ച്വൽ ഡാറ്റ ലിങ്ക് ലെയറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് LLCയും ഒന്ന് മാക്കും. ഈ LLC ആണ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയും. ഈ LLC ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ പോലെയുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്യുന്നത് ഈ ഒരു LLC ആയിരിക്കും, ലോജിക് ലിങ്ക് കൺട്രോൾ. ഓക്കെ, ഈ മാക് സബ് ലെയർ ആയിരിക്കും ഈ പറഞ്ഞ പോലെ മൾട്ടി ആക്സസ് ചാനലിൻ്റെ അകത്ത് അടുത്ത ആര് പോകണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇപ്പോൾ ഒരു ഓവർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ നോക്കാനുണ്ട്. അതായത് ഇത്രയും സബ് ടൈപ്പുകളുണ്ട്. അതായത് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോളിൻ്റെ അകത്ത് റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ, ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് 3 സബ് ഡിവിഷൻ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഓരോന്നിനും വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പം എന്താണ് മാക് സബ് ലെയർ എന്നുള്ള ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കുക. ആക്ച്വൽ ഡാറ്റ ലിങ്ക് ലെയറിനെ 2 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോജിക് ലിങ്ക് കൺട്രോൾ LLC ലെയറും മറ്റൊന്ന് മീഡിയം ആക്സസ് കൺട്രോൾ MAC ലെയറും. ഈ LLC ലെയർ, ലോജിക് ലിങ്ക് കൺട്രോൾ ലെയർ ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ പോലെയുള്ള ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള മീഡിയം ആക്സസ് കൺട്രോൾ മാക് ലെയർ ആണ് മൾട്ടി ചാനൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേഷൻ കോമൺ ആയിട്ട് ഒരു ചാനൽ ഷെയർ ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ചാനലിൽ അടുത്ത ആര് സെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സെറ്റ് ഓഫ് പ്രോട്ടോകോൾ ഉള്ള ലെയേഴ്സ്. അതും ഡാറ്റ ലിങ്ക് ലെയറിലാണ് ഉണ്ടാവുക. സോ ഡാറ്റ ലിങ്ക് ലെയർ ഈസ് ഡിവൈഡഡ് ഇൻടു 2, ലോജിക് ലിങ്ക് കൺട്രോൾ LLC ആൻഡ് മീഡിയം ആക്സസ് കൺട്രോൾ MAC. ഓക്കെ, സോ ഓക്കെ, അപ്പം ഇത്രയും കൺസെപ്റ്റുകൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്താണ് മാക് സബ് ലെയർ, അതിൻ്റെ അകത്തുള്ള ഓരോ പ്രോട്ടോകോൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞോളൂ. ആകാശ്, ഓക്കെ, അഭിനന്ദ്, അഭിനവ്, നിങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ലാബിന് വെക്കാൻ ബാക്കിയുണ്ട്, പെട്ടെന്ന് തന്നെ വെക്കുക. ആദർശ് അബ്ദീർ, അജ്മൽ അഖിൽ, അനഘ അഞ്ജലി, അനുഗ്രഹ് ഹത്തിൻ, അതിനില്ലേ, പിന്നെ ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ. അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കാൻ പറയാം. അതുൽ, ദേവിക, ദിൽന, ഓക്കെ, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്, ഓക്കെ, നഫ, നേഹ, നിതിൻ, ഓക്കെ, പ്രണവ്, പ്രണവ് സി, റൈസ, റസാന, റുസ്വിൻ, റോഷൻ, ഓക്കെ, റോഷൻ, സഹല ബി, സഹല എൻ, സംഗീത്, സാരംഗ്, ഷാദും, ഓക്കെ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ഓക്കെ, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ, അഞ്ജിത, ഷിറോണ, അഞ്ജിത, ഷിറോണ,
ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ദെൻ താങ്ക് യു ബൈ.